if you are somebody who's looking out for a very perfect role modeling or a very perfect state of mind consciousness, I would say to go for the most ideal personality ever known, the Prophet Sallallahu Alaihi Wasallam. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓർ ഹിസ് സേയിങ്സ് ഓർ ഹിസ് ഡൂയിങ്സ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോ ദാറ്റ് ദർ ഇസ് എ ഡീപ്പർ സെൻസ് ഓഫ് സൈക്കോളജിക്കൽ ആസ്പെക്ട് ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ പ്രോഫിറ്റ് ഹാസ് മെൻഷൻഡ്, ഞാൻ എന്തൊക്കെയാണോ അവോയ്ഡ് ചെയ്തത്, അവോയ്ഡ് ദാറ്റ്, ആൻഡ് വാട്ട് എവർ ഐ ഹാവ് അപ്രീഷിയേറ്റഡ് ടു ഡു ഓർ വാട്ട് എവർ ഐ ഹാവ് ഡൺ കൺസിസ്റ്റൻ്റ്ലി കീപ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും, ചിലത് എനിക്ക് പറ്റും, ചിലത് എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ വൈ ഡു വി ഹാവ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ഒരു സ്കൂൾ സിസ്റ്റത്തിലാണെങ്കിൽ പോലും we always try to keep up with the norms and the responsibilities, because we know for that particular school to function best we have to follow it as parents, as students, as teachers and the staff of the school. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ മനുഷ്യരും അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിൽ why is it that we have a trouble when we have to follow a role model of a lifetime? അപ്പോൾ the Prophet ﷺ says to have 3 particular mindsets for a very aligned kind of action. 3 കാര്യം ചെയ്താൽ മതി. ഒന്ന്, എക്സസീവായിട്ട് തിങ്ക് ചെയ്യുന്നതിനെ ബ്രേക്ക് ചെയ്യാം, which means stop over analyzing and overthinking by stop asking many questions about what has already been told to be done. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അതെന്താ അങ്ങനെയും കൂടി ചെയ്തൂടെ, ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും നമുക്ക് നോർമലായിട്ടും വരാം. ബട്ട് ഇഫ് യു ഹാവ് ടേക്കൺ സംബഡി ആസ് എ റോൾ മോഡൽ വി ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ സംവെയർ വി ആർ നോട്ട് റെഡി ടു ടേക്ക് അപ്പ് മോഡൽ ഫ്രം ദെയർ എന്ന് പറയുമ്പോഴാണ് കൺഫ്യൂഷൻസ് വരുന്നത്. സെക്കൻഡ് തിങ്, സ്റ്റോപ്പ് ഓവർ ഡൂയിങ് തിങ്സ് എന്ന് വെച്ചാൽ എക്സസീവായിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റിൽ പ്ലാൻസൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റാതാവുമ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇറ്റ് ഈസ് വെരി നോർമൽ ഫോർ എനി വൺ ടു ഫീൽ ദറ്റ് ഐ കനോട്ട് ബി കൺസിസ്റ്റൻറ്റ്, ഐ എം നോട്ട് എ കൺസിസ്റ്റൻറ്റ് പേഴ്സൺ. ഇറ്റ് ബൗൺസസ് ബാക്ക് ടു യു ഇൻ എ വേ ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് നെഗറ്റിവിറ്റി ഫോർ യു. അപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ, ടു സസ്റ്റെയിൻ കൺസിസ്റ്റൻസി ഓൾ യു ഹാവ് ടു ഡു ഇസ് ഡു വാട്ട് യു ക്യാൻ ആൻഡ് നോട്ട് ഡു ഓവർ ഡു തിങ്സ് എന്നുള്ളതാണ്. തേർഡ് തിങ് ഇസ് ടു ഹാവ് എ വെരി ക്ലീൻ സോൺ, എ ക്ലിയർ സോൺ അഗെയിൻസ്റ്റ് യുവർ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. അതിനാദ്യം നമ്മളെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ there is another way of doing. There is a 2 way of doing or keeping away from negative influences. Either you can നേരത്തെ പറഞ്ഞതുപോലെ ശരിയും തെറ്റും അറിയാൻ ശ്രമിക്കാം, and you can permanently have an idea about how it's happening, or you can just stay away from it എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ you step into a state where your mind is clear, your heart is guiding you, you are in an aligned state of what you want to do and how you want to do, and that gives you a perfect productive action happening എന്നുള്ളതാണ്. So contemplate.